നിങ്ങളുടെ നാട്ടിൽ ഒരിക്കലും കാണാൻ കഴിയാത്ത അസാധാരണമായ ഭക്ഷണങ്ങളാണ് ജപ്പാനിൽ ലഭിക്കുന്നത്. ഒന്നാമതായി, ജപ്പാനിലെ ഈ കടയിൽ വളരെ എരിവുള്ള ഒരു റാമൻ വിളമ്പുന്നു. അവർ ഒരു നടത്തത്തിലേക്ക് കുരുമുളക് എറിയുന്നു, തുടർന്ന് ഒരു സാന്ദ്രീകൃത മസാലച്ചാറ് ചേർത്ത് അതിനു മുകളിൽ ഒരു വലിയ കുരുമുളക് വിതറുന്നു. അടുത്തതായി, ജപ്പാനിൽ നിങ്ങൾക്ക് ഒരു പുതിയ മാമ്പഴം ഉൾക്കൊള്ളുന്ന ഒരു അതുല്യമായ സാൻഡ്വിച്ച് കണ്ടെത്താൻ കഴിയും. പാചകക്കാർ മൃദുവായ ബ്രെഡിൽ കട്ടിയുള്ള ക്രീം ചീസ് വിതറി ഒരു വലിയ ട്രീറ്റിനായി മുഴുവൻ പഴവും നടുവിൽ അമർത്തുന്നു. അടുത്തതായി, ജപ്പാനിൽ ഫ്രൈഡ് റൈസ് വളരെ ജനപ്രിയമാണ്. അവർക്കായി ഒരു റോബോട്ട് അത് ചെയ്യുന്നു. നിങ്ങൾ ഒരു ഭീമാകാരമായ പാത്രത്തിൽ ഒരു ഗ്രാമത്തിന്റെ മുട്ടയും അരിയും ചേർത്ത് മെഷീൻ ചേരുവകൾ ഒരുമിച്ച് മറിക്കുന്നത് കാണുക. അടുത്തതായി, ജപ്പാനിൽ സ്പെഷ്യലൈസ്ഡ് സ്റ്റാളുകളിൽ നിങ്ങൾക്ക് മനോഹരമായ മിനി ഹലോ കിറ്റി പാൻകേക്കുകൾ ലഭിക്കും. ഒരു അച്ചിൽ ബാറ്റർ ഒഴിച്ച് ഒരു സ്വർണ്ണ ലഘുഭക്ഷണത്തിലേക്ക് ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് മധുരമുള്ള ക്രീം ചേർത്താണ് ഇവ നിർമ്മിക്കുന്നത്. അടുത്തതായി, ഈ വൃദ്ധന്റെ റെസ്റ്റോറന്റിൽ നിങ്ങൾക്ക് ഒരു വലിയ ചിക്കൻ കട്ട്ലറ്റ് ലഭിക്കും. ഒരു സ്ലാബ് ചിക്കൻ, ഫ്രഷ് ക്രംസ് എന്നിവ പൂശുന്നു, തുടർന്ന് അത് മികച്ച സ്വർണ്ണ ക്രിസ്പിലേക്ക് ആഴത്തിൽ വറുത്ത് അതിനു മുകളിൽ രുചികരമായ കട്സു സോസ് പുരട്ടുന്നു. അടുത്തതായി, ജപ്പാനിലെ ഈ കഫേ ദുബായ് ചോക്ലേറ്റ് വളരെയധികം കൊണ്ടുപോയി. ഒരു പിസ്ത കോണിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം വെക്കുന്നു, എന്നിട്ട് അതിൽ കറ്റിഫിയും ഒരു ചോക്ലേറ്റ് സ്പ്രെഡും ചേർത്ത് ഒരു മധുര പലഹാരം ഉണ്ടാക്കുന്നു. അവസാനമായി, ആകർഷകമായ വലുപ്പത്തിനും ഘടനയ്ക്കും പേരുകേട്ട വലിയ ചോക്ലേറ്റ് ബോളുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ഇവ വലിയ ഗോളാകൃതിയിലുള്ള അച്ചുകളിൽ പാകം ചെയ്യുന്നു, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചലിക്കുന്ന ബോളുകളായി മാറുന്നതുവരെ. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെയാണ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അമ്മയെയാണ് ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഹാർട്ട് കമന്റ് ചെയ്യുക.